പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ അടച്ചാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ദൈവത്തിനുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എന്റെ വീട്ടുകാരുമായ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, നിലയ്ക്കുന്നൊരു പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ഞങ്ങളോട് ഉത്തരമരുളണമേ. അവിടുത്തെ ഏകജാതന്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതും വിശുദ്ധ മാർത്തവാസ്ലീഹായ സ്ഥാപിതമായതുമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ടിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്തതുമായ ഈ സഭയെ ഇന്നയോളം കാത്തുപരിപാലിച്ചതിനായി കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്റെ സഭയിൽ നിന്ന് തർക്കങ്ങളെയും കലഹങ്ങളെയും വ്യവഹാരങ്ങളെയും ഭിന്നതകളെയും നീക്കിക്കളയണമേ. പൈശാചിക തന്ത്രങ്ങളും ദുഷ്പ്രേരണകളും കപടതയും പ്രവേശിക്കാതെ വിശുദ്ധ സ്ലീബായാൽ പരിശുദ്ധ സഭയുടെ വാതിൽപ്പടികളിൽ നീ മുദ്രയിടണമേ. അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും സഭയെ നീ കാത്തുകൊള്ളണമേ. ആത്മീയ ജീർണതയും അച്ചടക്കരാഹിത്യവും സ്വാർത്ഥമോഹങ്ങളും സഭയുടെ എല്ലാ കോണുകളിൽ നിന്നും അകറ്റിക്കളയണമേ. നിന്റെ ഏകജാതന്റെ മനുഷ്യാവതാരത്തെയും കുരിശുമരണത്തെയും പ്രതി നീതിയിൽ സമാധാനവും പരിശുദ്ധ സഭയും വാഴുമാറാകണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം സഭയെ നീ ശിക്ഷിക്കരുത്. അസത്യങ്ങളിൽ നിന്നും അപവാദ പ്രചരണങ്ങളിൽ നിന്നും വേദവിപരീതങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയെ നീ വീണ്ടുകൊള്ളണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ. സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്ക ബാവായി എല്ലാ മേൽപ്പെട്ടക്കാരെയും വൈദികരെയും ശമാസന്മാരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. സഭാമക്കളെ പരിപാലനയാൽ നിറയ്ക്കണമേ. കുടുംബങ്ങളിൽ ശാന്തി പകരണമേ. ഞങ്ങൾക്ക് ദോഷകരവും നാശകരവുമായി വരുന്ന സകലത്തെയും നിന്റെ കൃപയാൽ ഗുണകരവും പ്രയോജനകരവും ആശ്വസിപ്പിക്കണമേ. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിന്റെയും വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും പരഗ്രീഡ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസിന്റെയും എൽദോമാർ ബെസേലിയോസിന്റെയും മാർ ദാസിയോസിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ നിന്നെ അനുഗ്രഹിക്കണമേ. എല്ലാ പള്ളികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനാകണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധന്മാരായ സർവശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും അധീശ പ്രാർത്ഥനകളും
നാം എല്ലാവരും നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പുറത്ത് 200 ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഞങ്ങളിൽ നിന്ന് ഒരു അനാവശ്യ വർത്തമാനം പോലും ഉണ്ടായി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠതയെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഭയുടെ അതുപോലെ തന്നെ സഭയുടെ കൗൺസിൽ അംഗങ്ങളെ, പ്രിയ ഇടവക അംഗങ്ങളെ, നമ്മൾ നമ്മുടെ മാതൃ ഇടവകയിലേക്ക് പോകുന്നതിൻ്റെ വ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ മെത്രാസനത്തിൻ്റെ വൈദിക ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട പി കെ കുറിയാക്കോസ് പണ്ടാരക്കുന്നേലച്ചൻ നമ്മളോട് ഇപ്പോൾ പറയുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരായ കുര്യൻ സക്കറിയ പെരിയോർമറ്റത്തിലച്ഛൻ, ബഹുമാനപ്പെട്ട കുറിയാക്കോസ് വി മാണി വെട്ടത്ത അച്ഛൻ, ഈ ദേവാലയത്തിൻ്റെ വികാരിയായി നിയമിക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് ചെറിയാൻ അച്ഛൻ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, കൗൺസിൽ അംഗങ്ങളെ, ദേവാലയത്തിലെ ഇടവാംഗങ്ങളെ, നമ്മൾ നമ്മുടെ മാതൃ ദേവാലയത്തിലേക്ക് പോകുന്നത് എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 1915 നമ്മുടെ പൂർവികന്മാർ വളരെ കഷ്ടപ്പെട്ട് അന്ന് മുള കൊണ്ട് ഉണ്ടാക്കിയതായ ഒരു ദേവാലയമാണ് നീലിമംഗലം സെൻറ്റ് മേരീസ് പള്ളി. തുടർന്നുള്ള ചരിത്രത്തിൽ അവിടെ വികാരിയായിരുന്ന ഞങ്ങളനാട്ട് മാണി അച്ഛൻ, ആ മാണിക്കത്തനാരെ അവിടെ ശുശ്രൂഷകളിൽ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും, ചുരുക്കി പറഞ്ഞാൽ ഒരു കഷ്ടാനുവാഴ്ച പൂർണ്ണമായി നടത്തുവാൻ അദ്ദേഹത്തെ സമ്മതിക്കാതെ
പ്രയാസപ്പെടുത്തുകയും ചെയ്തു. അച്ഛൻ്റെ മാതാവിനെയും പിതാവിനെയും ആ ദേവാലയത്തിലാണ് കബറടക്കിയിട്ടുള്ളത്. മുഷ്ടി കൊണ്ട് ഒരു ചെറിയ ചാപ്പൽ വെച്ച് അവരുടെ ആരാധനകൾ നടത്തി വന്നിരുന്നു. അതെല്ലാം പോയി ഈ കാലയളവിൽ ഒരു ദേവാലയം ചെറിയൊരു ചാപ്പൽ വെച്ച് ആ രീതിയിൽ അനുരഞ്ജനത്തോടുകൂടി പിരിയാം എന്ന് പറഞ്ഞ അവസരത്തിൽ നമ്മുടെ സഭയുടെ ഒരു വളരെ പ്രഗത്ഭനായ ഒരു വൈദികനാണ് അന്ന് ഇവിടെ വികാരിയായിരിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത്. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രയാസങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ ഒരു നീതി അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരുടെ പ്രാർത്ഥന 2017 ജൂലൈ 3 വന്ന വിധിയിൽ 2017 ജൂലൈ 3 വിധിയിൽ ഉള്ള മലങ്കര സഭയുടെ പള്ളികളിൽ ഒന്നാണ് നീലിമംഗലം സെൻറ് മേരീസ് പള്ളി. അതിനനുസരിച്ച് ആ വിധിയെ തുടർന്ന് അവിടുന്ന് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ബലം പിടിക്കാനോ കുസ്തി പിടിക്കാനോ ചെയ്യാതെ ശാന്തമായി മാറി നിന്ന് നിയമത്തിൻ്റെ വഴിയെ സഞ്ചരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുമാനൂർ കോടതിയിലേക്ക് നിർദ്ദേശമുണ്ടായി. ഇവരുടെ വാദം, രണ്ടു കൂട്ടരുടെയും വാദം കേട്ട് യഥാർത്ഥമായ വിധി പ്രഖ്യാപിക്കണം എന്നുള്ളത്. മറുവിഭാഗം പലപ്പോഴും പറയുന്ന ഒന്നാണ്, കോടതി ഞങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല എന്നൊക്കെ നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അവർക്ക് പറയാവുന്നതിൻ്റെ അപ്പുറവും പല ദിവസങ്ങളും വക്കീൽ ഹാജരാകാതെയും നീട്ടിക്കൊണ്ടു പോകാവുന്ന രീതിയിലാണ് എല്ലാ കേസുകളും നീട്ടിക്കൊണ്ടുപോയത്. ഇതും വാദങ്ങൾ മാസങ്ങളോളം നടന്ന് വ്യക്തമായി സഭയുടെ പള്ളിയാണ്. ഒരു മീറ്റർ അകലം വിട്ട് എല്ലാവരും വരാൻ പറ്റും. അതിന്റെ പുറകുവശം ഫ്രണ്ടിലേക്ക് അറിയാവുന്ന right. ഈ കോർട്ട് ഓർഡർ കൊടുക്കുക. സംബന്ധപ്പെട്ട കോർട്ട് ഓർഡറിൻ്റെ കോപ്പിയാണ്.
മാടമ്പുഴ സഭയ്ക്ക് തിരിച്ചു വന്നിട്ടുള്ളതാണ്. മാഡത്തിന് ഇതിൻ്റെ കോപ്പിയെല്ലാം തന്നിട്ടുള്ളതാണ്. അതനുസരിച്ച് നമുക്ക് ദേവാലയത്തിൽ കയറി സന്ധ്യാനമസ്കാരം നടത്താനുള്ള ക്രമീകരണം ചെയ്തു തരാമോ എന്നുള്ളതായും ഏർപ്പെടുക. ഈ ഒരു സാഹചര്യത്തിൽ സമാധാനപരമായിട്ട് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് വേണ്ടത്. അപ്പം ഈ ഒരു കോവിഡ് സാഹചര്യം അതുപോലെ തന്നെ ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങാതിരിക്കും. ഇപ്പം സമാധാനപരമായിട്ട് ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും തിരിഞ്ഞു പോകണമെന്നാണ്. തീർച്ചയായിട്ടും കോടതി പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കോടതി എന്ത് ലാസ്റ്റായിട്ട് പറയുന്നോ അത് നമുക്ക് അംഗീകരിക്കാം, നടപടി എടുക്കാം, എല്ലാം ചെയ്യാം. ഈ ഒരു അവസരത്തിൽ ഒരു സംഘർഷം ഉണ്ടാകാതെ നമുക്കിവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാതെ തിരിഞ്ഞു പോകണമെന്നാണ് എനിക്ക്. സമാധാനപരമായിട്ട് തിരിഞ്ഞു പോകണം എന്നുള്ളതാണ്. സംഘർഷം നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ച് അതിലൊരു കുർബാന നടത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരു സംഘർഷം ഉണ്ടാകും. അതിപ്പോൾ ഈ അവസ്ഥയിൽ അതുണ്ടാകാതെ സമാധാനപരമായിട്ട് നമ്മളിപ്പോൾ തിരിഞ്ഞു പോകണം. ലാസ്റ്റ് അന്തിമമായി തീർച്ചയായും കോടതി വിധികളും കളക്ടറുടെ ഓർഡറുകളും തന്നെയാണ് നടപ്പിലാകുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടാകാതെ നിങ്ങൾ തിരിഞ്ഞു. അല്ല മാഡം, ഈ സംഘർഷാവസ്ഥ എന്നും ഇങ്ങനെയാണെങ്കിൽ ഒരു കാലത്ത് ഈ വിധി നടപ്പിലാവുമല്ലോ. ഇല്ല, എന്നും അങ്ങനെ ആവത്തില്ലല്ലോ. എന്നത്തേക്കും നമുക്ക് എതിർവിളിലേക്ക് വരും. നമുക്ക് സുപ്രീം കോടതിയുടെ ലാസ്റ്റ് വിധി ഉണ്ടാകട്ടെ. സുപ്രീം കോടതി ലാസ്റ്റ് വിധി കഴിഞ്ഞു. അത് 2017 ജൂലൈ 3 വിധി വന്നു. സുപ്രീം കോടതി ഇനി ഒരു കേസ് എടുക്കത്തുമില്ല. സുപ്രീം കോടതിയുടെ അങ്ങനെയല്ല പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞു. സംഘർഷം ഉണ്ടാകാതെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങി നമുക്ക് നടത്താം. ഇപ്പം നിങ്ങൾ തിരിഞ്ഞു പോകണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. മാഡം ആ പറയുന്നതിനകത്ത് എന്തോ അർത്ഥം? അതായത് കോടതി വിധി അംഗീകരിക്കാത്തവർക്ക് അനുസരിക്കാത്തവരെ നിയന്ത്രിക്കാനല്ലേ ഇവിടെ പോലീസ് ഉള്ളത്? ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഒരു സംഘർഷം ഉണ്ടാക്കരുത്. ഞങ്ങൾ ഓരോ സംഘർഷാവസ്ഥയും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കർത്തൃത്വമായിട്ട് വന്നിരിക്കുക. ഞങ്ങളുടെ വായിൽ നിന്ന് ഒരു അനാവശ്യ വാക്കുകളോ. അതുകൊണ്ടാണ് ഞങ്ങൾ സന്ധ്യാനമസ്കാരത്തിൽ ചൊല്ലുന്ന ഗീതങ്ങൾ ചൊല്ലി വന്നത്. പക്ഷേ പള്ളിയുടെ പരിസരത്ത് പോലും പ്രവേശിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ തടയുക എന്ന് പറയുമ്പോൾ അതൊരു പൊളിറ്റിക്കൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ ആ സാധിക്കും. രീതിയിലൊന്നും കാണരുത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലും കാണരുത്. കളക്ടറുടെ ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒരു സംഘർഷം ഉണ്ടാകാതെ ദയവായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഒരു പ്രശ്നങ്ങളുണ്ടാകാതെ ഒരു ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാതെ പിരിഞ്ഞു പോകണം. അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള ഇടപെടലുകളുമില്ല. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ട. ഈ അവസ്ഥയിൽ ഇപ്പോൾ സംഘർഷങ്ങളില്ലാതെ നിങ്ങൾ പിരിഞ്ഞു. മാഡം ഞങ്ങളോട് അത് പറയുമ്പോൾ കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ കോടതി വിധി എതിരായവരെ പള്ളിക്കകത്ത് കയറാനുള്ള സൗകര്യം കൊടുത്തിരിക്കുമല്ലേ? അങ്ങനെയല്ലല്ലോ. അവരല്ലേ ഇപ്പം അത് കൈവശത്തിലിരുന്നത്. ഞങ്ങൾ 40 വർഷമായി ഞങ്ങൾ മാറി നിന്ന് കോടതി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിധി വരുന്നപ്പോൾ ആണ് ഞങ്ങൾ വരുന്നത്. അത് നിയമപരമായി മാത്രമാണ് ഞങ്ങൾ വരുന്നത്. ഇവർ കൈയൊക്കൊണ്ട് ഈ പള്ളി പരിശമാക്കി വെച്ചതാണ്. അപ്പം മാഡം പറയുന്നത് അത് പൊളിറ്റിക്കൽ പ്രഷർ തന്നെയാണ്. ഞങ്ങളെ തടയുക, അതും വഴിയിൽ തടയുക, ഒരു പരിസരത്ത് പോലും പോകാൻ അനുവദിക്കത്തില്ല എന്നുള്ള. പള്ളിയുടെ ഒരു പരിസരത്ത് പോലും വരാൻ സമ്മതിച്ചില്ല. ഞങ്ങളെ പൊതുവഴിയിൽ തന്നെ തടഞ്ഞിട്ട് ഞങ്ങളെ വിടുക. മാഡം ബഹുമാന പുരസ്സരം പറയട്ടെ, സംഘർഷാവസ്ഥ ഇന്നലെ മുതലേ ഇവർക്ക് പള്ളിക്കകത്ത് കയറാനും അതിനകത്ത് തമ്പടിക്കാനുള്ള അവസരം ഇവിടുത്തെ നിയമപാലകർ അതിൻ്റെ ചുമതലപ്പെട്ടവർ നൽകിയിട്ടുകൊണ്ടാണല്ലോ ഈ സംഘർഷം ഉണ്ടാകുന്നത്. അതിനല്ല മാഡം ഈ ഓർഡർ വന്നിരിക്കുന്നത്. അവരുടെ കൈവശം വന്നത് എങ്ങനെയാ? ഞങ്ങളെ ഈ സമയം വരെ അവരവിടെ കുർബാന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അല്ലാതെ ഇവിടുത്തെ മാഡം രാഷ്ട്രീയക്കാരും അനുവദിച്ചിട്ടല്ല. അത് കയ്യൂക്ക് കൊണ്ട് ഞങ്ങളുടെ ഒരു അച്ഛനെയും 90 വീട്ടുകാരെ ഇറക്കി വിട്ട് നേടിയതാണ്. ഞങ്ങൾ അന്ന് മുതൽ കൊടുത്ത കേസ് സിവിൽ കേസ് ആയതുകൊണ്ട് സബ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി 40 വർഷക്കാലം എടുത്തു. സുപ്രീം കോടതി അന്തിമ വിധിയും തന്നു. അതിന്മേൽ സെപ്പറേറ്റ് ഓരോ പള്ളിക്കും വിധി വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏറ്റുമാനൂർ കോടതി വാദം കേട്ട് വിധിച്ചിരിക്കുന്നത്. ആ വിധിപ്പകർപ്പ് തന്നാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ കൈവശം യാതൊരു ഇതുമില്ല. അപ്പം അവർക്ക് പിന്നലെയും അവിടെ കയറാനും അതിന് എല്ലാവിധ സംവിധാനവും ചെയ്തു കൊടുക്കുകയും വിധിയുമായി വരുന്ന ഞങ്ങളെ വഴിയിൽ തടയുകയും ചെയ്യുന്നത് അത് നീതിപാലകരും നിയമപാലകരും ഒക്കെ കാണിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒന്നാണ്. കാരണം അവിടുന്ന് അവരെ മാറ്റി ഞങ്ങൾക്ക് അവിടെ നമസ്കാരം നടത്താനുള്ള ക്രമീകരണം ചെയ്തേണ്ട നിങ്ങൾ ഞങ്ങളെ പൊതുവഴിയിൽ തടഞ്ഞിട്ട് നിങ്ങൾ മാറിപ്പോകണമെന്ന് പറയുമ്പോൾ എന്തുമാത്രം നീതിയാണ് ഇവിടെ നടപ്പിലാകുന്നത്? ഞങ്ങളൊരു അക്രമത്തിനോ ഒരു അനാവശ്യം പറയാനോ ഒന്നും ഞങ്ങളില്ല. ഞങ്ങൾ 40 വർഷത്തിലധികം മാറി നിന്നു.
ഞങ്ങളുടെ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളുകയും ഉന്തുകയും കല്ല് പെറുക്കി എറിയുകയും വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ല, നമ്മൾ കോംപ്രമൈസിന് ശ്രമിച്ചതാണ്. ഞങ്ങൾ വെറും 10 സെൻറ്റ് സ്ഥലവും 10 ലക്ഷം രൂപയും തന്ന് ഒരു പള്ളി വെക്കാനുള്ള അവസരം കെഞ്ചി ചോദിച്ചാണ്. അന്ന് ഇവിടുത്തെ വൈദികനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചു വിട്ടു. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് സമാധാനപരമായിട്ട് പിരിഞ്ഞു പോകണം. സമാധാനപരമായിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. സമാധാനപരമായിട്ട് തന്നെ നമ്മുടെ പള്ളികൾ ഇംപ്ലിമെന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സമാധാനപരമായിട്ട് തന്നെ പള്ളികൾ ഇംപ്ലിമെന്റ് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കുന്ന അവസ്ഥയ്ക്ക് തുല്യമാവും. ആ ഒരവസ്ഥയുടെ സംജാതമാകാൻ പാടില്ല. അതിന് നമ്മൾ ആരും അവസരം ഉണ്ടാക്കാനും എന്തുകൊണ്ട് തിരിച്ച് അവരോട് അവരോട് പറയുന്നില്ല. വിധി കിട്ടുന്നു ഞങ്ങളെ എല്ലായിടത്തും തടയുക. ഞങ്ങളെ പൊതുവഴി കൂടെ അവസരത്തിൽ ഇപ്പോൾ ഏതായാലും നിങ്ങൾ പിരിഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പൊളിറ്റിക്കൽ പ്രഷറാണ് വഴിയിൽ ഞങ്ങളെ തടഞ്ഞു പിടിച്ച് വിടുകയെന്നുള്ളത്. തടഞ്ഞിട്ട് നിങ്ങൾ തിരികെ പോകണമെന്ന് പറയുന്നത് എനിക്ക് ഗവൺമെന്റ് ഓർഡറുകൾ പാലിച്ചേ പറ്റുള്ളൂ. എന്നോട് നിർദ്ദേശിച്ചനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പിരിഞ്ഞു പോകണം. ഒരു അക്രമം കയ്യിലെടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കാൻ ഇല്ല. അക്രമം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അങ്ങോട്ട് എന്നാൽ അതൊരു അക്രമാവസ്ഥയിലേക്ക് പോകും. ലോ ആൻഡ് ഓർഡർ ആർക്കും കയ്യിലെടുക്കാൻ അപ്പോൾ മാഡത്തിനുള്ള ഗവൺമെന്റ് ഓർഡർ ഈ വിധി നടപ്പാക്കേണ്ടതെന്നുള്ള പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഈ അവസരത്തിൽ ഇപ്പോൾ ഇത് ഒരു ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ട് അപ്പോൾ ഈ വിധി നടത്താൻ ഞങ്ങൾ എന്നാ ചെയ്യണമെന്നാണ് മാഡം പറയുന്നത്. ഇനി ഞങ്ങൾ എന്നാ ചെയ്യണം? ഞാനിപ്പോൾ പറയുന്നില്ല. അതൊക്കെ നമുക്ക് മേലധികാരികളുമായിട്ട് ചർച്ച ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഇവിടെ ഒരു അക്രമം ഉണ്ടാകാതെ ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാതെ നിങ്ങൾ തിരിഞ്ഞു പോകണമെന്നുള്ളതാണ്. അതിപ്പോൾ നടപ്പിലാക്കുക. ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. ഗവൺമെന്റ് പറയുന്നത് നമ്മൾ കേൾക്കുക. അതൊക്കെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോട്ടയത്തിൻ്റെ സബ് കളക്ടർമാരിൽ ഒരാളായ മാഡം, തഹസീൽദാർ മാഡം, കളക്ടറുടെ നിയോഗപ്രകാരം ഇവിടെ എത്തിയിട്ടുള്ള മാഡം, പോലീസ് അധികാരികൾ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികൾ ഏവരുമേ, 1915 നമ്മുടെ പൂർവികന്മാർ മുളങ്കമ്പ് കൊണ്ട് പണിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളി കൈയൂക്കുകൊണ്ടും നമ്മളെ അധിക്ഷേപിച്ചും നമ്മുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഞള്ളനാട്ട് മാണിക്കത്തനാരെ ഒരു കാശാഴ്ച പൂർണ്ണമായി നടത്തുവാൻ പോലും അനുവദിക്കാതെ ഇവിടെ നിന്ന് അദ്ദേഹത്തെയും 90 വീട്ടുകാരെയും കൂടെ ഇറക്കി വിട്ട ദേവാലയത്തിൻ്റെ മുമ്പിലാണ് സിവിൽ കേസായതിനാൽ 40 വർഷത്തിലധികം കേസുകൾ നടത്തി സുപ്രീം കോടതി വിധിയും അതനുസരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുമാനൂർ കോടതിയിലേക്ക് നിർദ്ദേശപ്രകാരം വ്യക്തമായ വാദം മാസങ്ങളോളം കേട്ട് വിധി പ്രഖ്യാപിച്ച് ലഭിച്ചിട്ടുള്ള വിധിപ്പകർപ്പുമായി നമ്മളിവിടെ വന്നത്. നമ്മൾ പല പ്രാവശ്യം നമുക്ക് മൃതദേഹവുമായി വരുന്ന അവസരങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാടകശാലയിൽ വെച്ച് പോലും ശുശ്രൂഷ നടത്താൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൃതദേഹവുമായി വരുന്നവരെ കല്ല് വെച്ചെറിയുകയും അവരുടെ മേലെ അധിക്ഷേപിക്കുകയും തുപ്പുകയും ഒക്കെ അനുഭവങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അവിടെയൊന്നും പ്രതികരിക്കാതെ നിയമത്തിൻ്റെ വഴിയെ മാത്രം പോയി വിധി സമ്പാദിച്ചുകൊണ്ട് വളരെ ശാന്തമായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനാഗീതങ്ങൾ ചൊല്ലിക്കൊണ്ട് മാതൃ ദേവാലയത്തിൽ സന്ധ്യാനമസ്കാരം നടത്തുവാൻ തക്കവണ്ണം കോടതി വിധിയുമായി വന്നപ്പോൾ പള്ളിയുടെ പരിസരത്ത് പോലുമില്ലാതെ വഴിയിൽ ഗവൺമെൻറ് അധികാരികൾ നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. കോർട്ട് ഓർഡർ തഹസീൽദാർ മാഡത്തിൻ്റെ കൈവശം കൊടുത്തു. മാഡം പറയുന്നത് അത് മാഡത്തിനുള്ള നിർദ്ദേശം സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ തക്കവണ്ണമുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നാണ് മാഡം പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ, പ്രത്യേകിച്ച് കോടതികളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്കിത് കാണുവാൻ സാധിക്കുകയുള്ളൂ. ശാന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മാറി നിന്ന ഒരു സമൂഹത്തിന് നീതി ലഭ്യമാവുന്ന അവസരത്തിൽ അത് നടപ്പിലാക്കി തരേണ്ടവർ പൊതുവഴിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്ന രംഗമാണ് ഇന്ന് കേരളം മുഴുവൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇവിടെ വ്യക്തമായി ഇന്ന വികാരി ഇവിടെ കർമ്മങ്ങൾ നടത്തണമെന്ന വിധിയുണ്ട്. ഇന്ന് മുടവൂർ പള്ളിയുടെ കേസിൽ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. വികാരിയുടെ അനുവാദം കൂടാതെ പള്ളി പരിസരത്ത് പോലും മറ്റ് കർമ്മങ്ങൾ നടത്തുവാൻ മറ്റ് വൈദികരോ ആരും തന്നെ വന്ന് പാരലായിട്ട് ഒരു സംവിധാനവും ചെയ്യരുത് ഇന്നും വിധി വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഇവിടെ നടപ്പിലാക്കേണ്ടവർ പ്രത്യേകിച്ച് വാദിയെ തടയുകയും പ്രതിക്ക് എന്തും ചെയ്യാനുള്ള അവസരം നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവർ ചെയ്തിരിക്കുന്നത് ഇന്നലെ മുതൽ തന്നെ ഈ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും
കോടതി തടഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ട് കോടതി വിധിയുമായി ശാന്തമായി പ്രാർത്ഥനാഗീതങ്ങളുമായി വന്നിരിക്കുന്ന സമൂഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇതിന് ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പോലീസുമായിട്ട് ഏറ്റുമുട്ടിയ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അധികാരികളെ ധിക്കരിച്ച ഒരു പാരമ്പര്യമോ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കില്ല. വ്യക്തമായ നിർദ്ദേശം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തിരുമേൻ ബാവ തിരുമേനിയുടെയും സഹായ മെത്രാപ്പോലീത്ത അഭിമന്യ ഡോക്ടർ യുവാനൻ മാർ ദിയസ്കോറോസ് തിരുമേനിയുടെയും നിർദ്ദേശമുണ്ട്. ഒരു കാരണവശാലും ഒരു വാക്ക് പോലും ആർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കരുത്. മുമ്പോട്ടും നീതിപരമായി നിയമപരമായി മാത്രം നീങ്ങുക എന്നുള്ളതുകൊണ്ട് ആയതുകൊണ്ട് ഈ പോലീസിനെ തള്ളിമാറ്റി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തഹസീൽദാർ മാഡം പറഞ്ഞത് വേദനയോടുകൂടിയാണ് ഉൾക്കൊള്ളുന്നത്. കാരണം എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പൊളിറ്റിക്കൽ പ്രഷറോ എന്തായാലും നമ്മളെ ഇവിടെ വഴിയിൽ തടഞ്ഞിരിക്കുകയാണ്. അതിന് അതിശക്തമായ രീതിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സമാധാനപരമായി ക്രിസ്ത്യാനിക്ക് ഉചിതമായ രീതിയിൽ വന്നതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അത് നമ്മുടെ ഒരു പരാജയമല്ല, അത് നമ്മുടെ മാന്യതയും നമ്മുടെ സഭയുടെ പ്രവർത്തന രീതിയുമാണത്. അധികാരികളെ എപ്പോഴും അനുസരിക്കുക മാത്രം ചെയ്തിട്ടുള്ളത് ആയതിനാൽ അവരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. കുറച്ചു നേരം വേണേൽ ഇവിടെ നമുക്ക് നിൽക്കാം, അവർക്കും നിൽക്കാം. അതിനൊന്നും നമ്മൾ തയ്യാറാകുന്നില്ല. നമുക്ക് വീണ്ടും കോടതി വഴി നിയമപരമായ രീതിയിൽ നമ്മൾ നീങ്ങും. ഈ ദേവാലയം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദേവാലയമാണ്. സുപ്രീം കോടതിയിൽ കൊടുത്ത ലിസ്റ്റിലുള്ള പള്ളിയാണ്. ഇവിടുത്തെ വികാരിയായിരുന്ന ഞങ്ങളനാട്ട് മാണിക്കത്തനാരുടെ പിതാവിനെയും മാതാവിനെയും ഇവിടെ അടക്കിയിട്ടുള്ളതാണ്. ഇവിടെ നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ പൂർവികരായ ആളുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. മറുഭാഗത്തെ പൂർവികരും കഷ്ടപ്പെട്ടിട്ടില്ല എന്ന നുണപ്രചരണത്തിനൊന്നും നമ്മൾ തയ്യാറല്ല. പക്ഷെങ്കിൽ അവർ ചെയ്ത ഒരു പ്രവൃത്തിയും ഈ ദേവാലയം വിധി നടപ്പിലാക്കുന്നതിലൂടെ നമ്മൾ ചെയ്യത്തില്ല. അവിടെയുള്ള മുഴുവൻ ഇടവക്കാരെയും സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അവരുടെ എല്ലാ ആത്മീയ കാര്യങ്ങളും 34 ഭരണഘടന പ്രകാരം സഭാ ഭരണഘടന പ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കും. ആരുടെയും ശവസംസ്കാരം തടയുവാനോ ആർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ ഒന്നും നമ്മൾ ശ്രമിക്കുകയില്ല എന്നുള്ളതും അത് ലോകം മുഴുവൻ അറിയേണ്ട കാര്യമാണ്. വളരെ വേദനയോടുകൂടെ ഇവിടെ തടഞ്ഞിരിക്കുന്ന ഈ നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെ ശക്തമായി പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ഞങ്ങൾ വന്നതുപോലെ തന്നെ വൈദികർ തന്നെ ഫ്രണ്ടിൽ നടക്കും. നിങ്ങൾ മുൻപോട്ട് പോവുക. നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവും പ്രയാസങ്ങളും ഉണ്ടാകാതെ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കോടതിയിൽ തിങ്കളാഴ്ച അടുത്ത ദിവസം തന്നെ ഈ നമുക്കുണ്ടായ നീതി കേടിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുക. അവരുടെ പാരമ്പര്യം കോവിഡ് മാറുന്നതനുസരിച്ച് നീങ്ങാം. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, വിരാൽ വാഴ്ത്ത്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, വിരാൽ വാഴ്ത്ത്, ജയ് ജയ് കാതോലിക്കോസ്. മത്തമ്മയുടെ സിംഹാസനം, ആണിപ്പടരും സിംഹാസനം, തലമുറ തലമുറ കൈമാറി യഥാർത്ഥ ഞങ്ങൾ സൂക്ഷിക്കും. ജയ് ജയ് കാതോലിക്കോസ്, 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 ജയ് ജയ് കാതോലിക്കോസ്. മത്തമ്മയുടെ സിംഹാസനം നിലനിർത്തട്ടെ, മത്തമ്മയുടെ സിംഹാസനം നിലനിർത്തട്ടെ, മത്തമ്മയുടെ സിംഹാസനം നിലനിർത്തട്ടെ. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. വട്ടശ്ശേരി തിരുമേനി, വട്ടശ്ശേരി തിരുമേനി, തന്നത് സ്വാതന്ത്ര്യം, തന്നത് സ്വാതന്ത്ര്യം. വട്ടക്കുന്ന തിരുമേനി, വട്ടക്കുന്ന തിരുമേനി, കാത്തു സൂക്ഷിച്ച പാരമ്പര്യം, കാത്തു സൂക്ഷിച്ച പാരമ്പര്യം. ഞങ്ങൾ സൂക്ഷിക്കും, ഞങ്ങൾ സൂക്ഷിക്കും. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്, വിരാൽ വാഴ്ത്ത്,
Minar Valte. Jai Catholicos! Jai Jai Catholicos. Jai Catholicos! Jai Jai Catholicos. Jai Minar Valte. Jai Catholicos! Jai Jai Catholicos. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, സഹോദരങ്ങളെ, യഥാർത്ഥ അവകാശികൾക്ക് പള്ളിയിൽ പ്രവേശിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതെന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി അച്ഛൻ തന്നെ അവിടെ വെച്ച് വ്യക്തമായിട്ടും അത് പറയുകയുണ്ടായി. ആ നിലയിൽ നമ്മളുടെ തിരികെയുള്ള ഈ മടങ്ങിപ്പോക്ക് ഭീതിയുടെ ഒന്നുമല്ല. സഭയുടെ നേതൃത്വത്തിൽ നിന്നും പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെയും അഭിമന്യ യുഹാനോൻ മാർ ദിയോസ്കോറോസ് തിരുമനസിൻ്റെയും നിർദ്ദേശവും അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ വൈദികർ ആരെയും അവഹേളിക്കാനോ നിന്ദിക്കാനോ പുച്ഛിക്കാനോ അത് ആരോടും ഇല്ല എന്നുള്ളതിൻ്റെ മാന്യമായ ഒരു മടങ്ങിപ്പോക്ക് മാത്രമാണ്. അതൊരിക്കലും പരാജയത്തിൻ്റെയല്ല. തീർച്ചയായിട്ടും കോടതി വിധി നടപ്പിൽ വന്ന് 34 ഭരണഘടന പ്രകാരം തന്നെ നീലമംഗലം സെൻറ് മേരീസ് പള്ളി ഭരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ആ നിലയിൽ പോകുകയുള്ളൂ. അതിൻ്റെ ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പും നമ്മളോടൊപ്പമുണ്ട്, നമ്മുടെ പിതാക്കന്മാരോടൊപ്പമുണ്ട്, ഈ ഇടവകയോടൊപ്പമുണ്ട്. ഇടവകയും അതുപോലെ തന്നെ യോജിപ്പിനെയും സമാധാനത്തെ സ്നേഹിക്കുന്നതായ മറുവിഭാഗത്തിലുള്ളതായ അനേക ഇടവചനങ്ങളുണ്ട്. അവർ പോലും ആഗ്രഹിക്കുന്നുണ്ട് ഈ സമാധാനം വേണമെന്നുള്ളത്. അതുകൊണ്ട് അതിന് യാതൊരു മാറ്റവുമില്ല. യോജിപ്പും സമാധാനവും ഒട്ടും വിദൂരമല്ല, അടുത്ത് തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ നിലയിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കുന്നു. വൈദിക ശ്രേഷ്ഠരോടും വന്നിരിക്കുന്നതായ നമ്മുടെ ഇടവക ജനങ്ങൾ, മറ്റ് ഇടവക ജനങ്ങൾ, സഭാ സ്നേഹികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ എല്ലാവരുമുണ്ട്. എല്ലാവരോടും നീലമംഗലം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ പേരിൽ തന്നെയുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മുടെ മീറ്റിങ്ങുകൾ ഇന്നത്തെ നമ്മൾ തീരുമാനിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. കാരണം വളരെ അച്ചടക്കത്തോടുകൂടെ അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ വിശ്വാസത്തിനനുസൃതമായി പ്രവർത്തിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതെല്ലാം ക്രമീകരിച്ചത്. എല്ലാം ഭംഗിയായി ചെയ്തു. നമ്മളോടുകൂടെ ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഈ പള്ളിയുടെ വിധി നടന്നിരിക്കും. അതിന് വേണ്ട അടുത്ത പോലീസ് പ്രൊട്ടക്ഷൻ, മറ്റ് കാര്യങ്ങൾക്കുള്ള നിയമപരമായ നടപടികൾ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അത് എത്രയും വേഗം നമ്മൾ നടത്തിയെടുക്കുകയും ചെയ്യും. നമ്മൾ ആരെയും ഉപദ്രവിക്കുവാനല്ല, അവിടെ ദേവാലയത്തിൻ്റെ യഥാർത്ഥമായ അവകാശികൾ ഭരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും സന്തോഷമായി സ്വീകരിക്കുകയും ചെയ്യും. എല്ലാവരോടും കോട്ടയം ഭദ്രാസനത്തിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലും വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായി അറിയിക്കുന്നു. ഈ നമ്മുടെ മീറ്റിംഗ് പരിപാടികളെല്ലാം ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. ലഘു കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. എവിടെ അവർക്ക് കാപ്പി ക്രമീകരിച്ചിരിക്കുന്നത്? ഫോണിലാണോ എവിടെയാണ്?